സിനി സ്റ്റോറീസിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 2025 നെറ്റ്ഫ്ലിക്സിൽ റിലീസ് ചെയ്ത ബ്രിക്ക് എന്ന ജർമ്മൻ മൂവിയാണ് ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത്. ഒരു ദിവസം തങ്ങളുടെ അപ്പാർട്ട്മെന്റിന് ചുറ്റും വളരെ വിചിത്രമായ മതിൽ ഉയർന്നു വന്ന് ഒരു കപ്പിൾസ് അതിനകത്ത് കുടുങ്ങിപ്പോകുകയാണ്. എന്തൊക്കെ ചെയ്തിട്ടും ആ മതിൽ തകർക്കാൻ അവർക്ക് പറ്റുന്നില്ല. ഫോൺ ഇന്റർനെറ്റ് ഒന്നും വർക്ക് ചെയ്യാത്തതിനാൽ അവർക്ക് പുറം ലോകവുമായി ബന്ധപ്പെടാനും കഴിയുന്നില്ല. എന്താണ് ആ മതിലിന്റെ രഹസ്യം? അവർ എങ്ങനെ ഈ അവസ്ഥയെ മറികടക്കും? ഇതൊക്കെയാണ് ഈ സിനിമയിലൂടെ കാണിക്കുന്നത്. ഈ കഥ നടക്കുന്നത് ജർമ്മനിയിലാണ്. ടീമും ലീവും വളരെ ഹാപ്പിയായി ജീവിക്കുന്ന കപ്പിൾസ് ആണ്. ലീവ് പ്രഗ്നന്റ് ആയപ്പോൾ ഇവർ അതിൽ വളരെ സന്തോഷിച്ചിരിക്കുകയായിരുന്നു. പക്ഷേ ഒരു മിസ്കാരേജ് കാരണം അവർക്ക് കുഞ്ഞിനെ നഷ്ടപ്പെടുന്നതോടെ അവർ തമ്മിലുള്ള ബന്ധം മോശമാവാൻ തുടങ്ങുകയാണ്. ആ സംഭവം കഴിഞ്ഞിട്ട് ഇപ്പോൾ 2 വർഷമായി. പക്ഷെ ഇപ്പോഴും അവർ തമ്മിലുള്ള റിലേഷൻ അത്ര നല്ല രീതിയിലല്ല പോകുന്നത്. ടിം ഇപ്പോൾ ഒരു വീഡിയോ ഗെയിം കമ്പനിയിൽ പ്രോഗ്രാമറായി ജോലി ചെയ്യും. കഴിഞ്ഞ കുറച്ച് ആഴ്ചകളായി അവർ താമസിക്കുന്ന ആ ബിൽഡിംഗ് വലിയ കറുത്ത തുണി കൊണ്ട് മൂടിയിരിക്കുകയാണ്. വീട്ടുടമസ്ഥനായ ഫ്രീഡ്മാൻ അവിടെ ചില മെയിന്റനൻസ് ഒക്കെ നടത്തുകയാണ്. ഒരു ദിവസം ഉച്ച കഴിഞ്ഞ് അവർ ഫ്രീഡ്മാനെ ആ സ്ട്രീറ്റിൽ വെച്ച് കാണുമ്പോൾ അവിടുത്തെ കാര്യങ്ങളൊക്കെ ഉടൻ പൂർത്തിയാകുമെന്ന് അയാൾ ഉറപ്പു നൽകുന്നു. ആ സമയം കുറച്ച് ഹെലികോപ്റ്ററുകൾ അതിലെ പറന്നു പോകുന്നുണ്ട്. കുറച്ച് അകലെയായിട്ട് ധാരാളം പുക കാണപ്പെടുന്നു. അവിടുത്തെ ഹാർബറിൽ ഒരു വലിയ തീപിടുത്തം ഉണ്ടായിട്ടുണ്ട്. അതിൽ നിന്നുള്ള പുകയാണത്. ലീവ് അവരുടെ വാൻ റിപ്പയർ ഷോപ്പിൽ നിന്ന് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് കാണുമ്പോൾ ടിമ്മിന് അതുമായി ബന്ധപ്പെട്ട ചില മോശം ഓർമ്മകൾ മാത്രമാണ് മനസ്സിൽ വരുന്നത്. ലീവ് പറയുന്നത് അവൾ തന്റെ ജോലി ഉപേക്ഷിച്ചുവെന്നും അവർക്ക് പുതിയ ജീവിതം ആരംഭിക്കാൻ ഫ്രാൻസിലേക്ക് യാത്ര ചെയ്യണമെന്നുമാണ്. അത് അവരുടെ ബന്ധം നന്നാക്കാൻ സഹായിക്കും. പക്ഷേ ടീം അവളുടെ ഈ പ്ലാനിനോട് യോജിച്ചില്ല. തന്റെ കമ്പനിയിലെ പ്രോജക്റ്റ് ആദ്യം പൂർത്തിയാക്കണമെന്നും പിന്നീട് ഈ പ്ലാൻ നമുക്ക് വീണ്ടും പരിഗണിക്കാമെന്നും പറയുന്നു. ആ സമയത്ത് ജോലി സ്ഥലത്ത് നിന്ന് വന്ന ഒരു കോൾ അവരുടെ ആ സംസാരത്തെ തടസ്സപ്പെടുത്തുകയാണ്. ഇത് ലിവിനെ കൂടുതൽ നിരാശപ്പെടുത്തുന്നു. ആ രാത്രി ലീവ് തന്റെ കട്ടിലിൽ ഇരുന്ന് കരയുകയാണ്. ആ സമയം അപ്പാർട്ട്മെന്റിന് മുകളിൽ ഒരു വിചിത്രമായ മേഘം പ്രത്യക്ഷപ്പെടുന്നു. അടുത്ത ദിവസം രാവിലെ ലീവ് ഇനി തനിക്ക് സഹിക്കാൻ കഴിയില്ലെന്നും പാരീസിലേക്ക് താൻ തനിയെ പോവുകയാണെന്നും പറയുന്നു. എന്നാൽ വാതിൽ തുറക്കുമ്പോൾ മുന്നിൽ ഒരു വിചിത്രമായ കറുത്ത മതിൽ തടസ്സമായി നിൽക്കുന്നതാണ് അവൾക്ക് കാണാൻ കഴിഞ്ഞത്. ആ മതിൽ വളരെ ഉറപ്പുള്ളതാണ്. തള്ളി നോക്കിയിട്ടും അത് അനങ്ങുന്നില്ല. ടീം ഡോർബെൽ ക്യാമറ പരിശോധിച്ചു നോക്കി. പക്ഷെ അതിന്റെ സ്ക്രീൻ പ്രവർത്തിക്കുന്നുണ്ടായിരുന്നില്ല. അവർ ആ അപ്പാർട്ട്മെന്റിന്റെ ജനാലകളും പരിശോധിച്ചു നോക്കി. പക്ഷെ അവിടെയും ഇതേ കറുത്ത മതിൽ തന്നെയാണ് അവർക്ക് കാണാൻ കഴിഞ്ഞത്. അതോടെ ലീവ് ഫ്രീഡ്മാനെ വിളിക്കാൻ ശ്രമിക്കുന്നു. പക്ഷെ ഫോണിന് സിഗ്നൽ കിട്ടുന്നുണ്ടായിരുന്നില്ല. വൈഫൈയും പ്രവർത്തിക്കുന്നില്ല. ആകെ പേടിച്ചു പോയ ടീം സഹായത്തിനായി ഉറക്കെ നിലവിളിക്കുകയും തന്റെ സകല ശക്തിയും ഉപയോഗിച്ച് മതിലിനെ ഇടിക്കുകയും ചെയ്യുന്നു. പക്ഷെ അതുകൊണ്ട് ഫലമുണ്ടായില്ല. സിഗ്നൽ തേടുന്നതിനിടെ ടീം തന്റെ ഫോൺ ആ കറുത്ത ഇഷ്ടികൾക്ക് സമീപം വളരെ വിചിത്രമായി പ്രവർത്തിക്കുന്നത് കാണുന്നു. അവൻ അടുത്തേക്ക് നീങ്ങുമ്പോൾ സ്ക്രീനിൽ ഗ്ലിച്ചുകൾ ഉണ്ടാകുന്നതാണ് കാണുന്നത്. അടുത്തതായി അവർ ഒരു ഡ്രിൽ ഉപയോഗിച്ച് അത് തുളക്കാൻ ശ്രമിക്കുന്നു. പക്ഷെ അത് ആ മതിലിൽ ഒരു പോറൽ പോലും ഉണ്ടാക്കുന്നില്ല. അപ്പാർട്ട്മെന്റിന്റെ ബാക്കിയുള്ള സാധാരണ മതിലുകളും തുളച്ചു നോക്കുമ്പോൾ ഈ കറുത്ത ഇഷ്ടികകൾ അവയെയും മൂടിയിരിക്കുന്നതാണ് അവർക്ക് കാണാൻ കഴിഞ്ഞത്. പെട്ടെന്ന് അവർ അടുത്തുള്ള അപ്പാർട്ട്മെന്റിൽ നിന്ന് ചില ശബ്ദങ്ങൾ കേൾക്കാൻ തുടങ്ങുന്നു. ലീവ് ഈ ഡ്രിൽ ഉപയോഗിച്ച് മതിലിനെ തുളച്ചു. അപ്പുറത്ത് അവർ മാർവിനെയും ആനയെയുമാണ് കാണുന്നത്. ഇവരും ഇതേ അവസ്ഥയിലാണ്. കറുത്ത ഇഷ്ടികകൾ അവരെയും കുടുക്കിയിരിക്കുന്നു. ഫോണുകൾ പ്രവർത്തിക്കുന്നില്ല. രാത്രിയിൽ പ്രത്യേകിച്ച് ഒന്നും കേട്ടിട്ടുമില്ല. തങ്ങൾ അവിടെ കിടന്ന് മരിക്കുമെന്ന് ഓർത്ത് ആന കരയാൻ തുടങ്ങുന്നു. പിന്നീട് ടീം അടുക്കളയിലെ സിങ്ക് പരിശോധിച്ചപ്പോൾ അവിടെ വെള്ളവും ഇല്ലെന്ന് അവർക്ക് മനസ്സിലായി. വീഡിയോ ഗെയിമുകളിൽ ചെയ്യുന്നത് പോലെ മറ്റ് പരിഹാരങ്ങൾ കണ്ടെത്താൻ ശ്രമിക്കണമെന്ന് അവൻ പറയുന്നു. ഇത് കേട്ടിട്ട് ലിവിന് ദേഷ്യമാണ് വരുന്നത്. അവർ ഒരു ഗെയിമിലല്ലെന്നും ഇന്നലെ തന്നെ നമുക്ക് പാരീസിലേക്ക് പോകാമായിരുന്നെന്നും പറഞ്ഞ് അവൾ ദേഷ്യപ്പെടുകയാണ്. ഒരു വാഗ്വാദത്തിന് ശേഷം അവൾ അവിടെ നിന്ന് നടന്നു പോകുന്നു. ടീം ദേഷ്യത്തോടെ തന്റെ ഫോൺ കറുത്ത മതിലിലേക്ക് എറിയുന്നു. കുറച്ചു കഴിഞ്ഞ് ടീം തന്റെ ഫോണിന്റെ ഒരു ഭാഗം കറുത്ത ഇഷ്ടികയിൽ കുടുങ്ങിയിരിക്കുന്നത് ശ്രദ്ധിക്കുന്നു. അവൻ അത് വലിക്കുമ്പോൾ ആ ഭാഗം വേഗത്തിൽ തിരികെ പോയി ആ മതിലിൽ ഒട്ടിപ്പിടിക്കുന്നു. ലീവ് ഒരു മഗ്ഗുമായി അവന്റെ അടുത്ത് വന്നിട്ട് നേരത്തെ പറഞ്ഞതിനൊക്കെ സോറി പറയുന്നു. ടീം അതിൽ നിന്ന് സ്പൂൺ എടുത്ത് ആ മതിലിന്റെ അടുത്ത് കൊണ്ട് ചെല്ലുമ്പോൾ അത് പെട്ടെന്ന് കറുത്ത ഇഷ്ടികകളിൽ ഒട്ടിപ്പിടിക്കുന്നു. പിന്നെ അവർ കുറെ ലോഹവസ്തുക്കളൊക്കെ എടുത്തിട്ട് അതിലേക്ക് എറിയാൻ തുടങ്ങുന്നു. അതോടെ അവർക്കൊരു കാര്യം മനസ്സിലായി. ആ മതിൽ മാഗ്നറ്റിക് ആണ്. ആ മതിലിന്റെ ചില ഭാഗങ്ങളിലുള്ള കാന്തിക ശക്തി മറ്റുള്ളവയേക്കാൾ ശക്തവുമാണ്. അതിനാൽ ലീവ് ആ മതിലിൽ ഉള്ള 4 പ്രദേശങ്ങളിൽ ലോഹവസ്തുക്കൾ കേന്ദ്രീകരിക്കുന്നു. ആ സമയത്ത് ആ വസ്തുക്കളെല്ലാം കിടന്ന് വിറയ്ക്കാൻ തുടങ്ങുകയും അവർക്ക് നേരെ അത് തിരിച്ചു വരികയും ചെയ്യുന്നു. അതിൽ നിന്ന് രക്ഷപ്പെടാൻ ടീം ലിവിനെ തറയിലേക്ക് തള്ളിയിട്ടു. ലിവിന്റെ ദേഹത്ത് കൊള്ളാതിരിക്കാൻ വേണ്ടി ടീം മുമ്പിൽ കയറി നിന്നതിനാൽ ചില സാധനങ്ങൾ അവന്റെ പുറകിൽ തറച്ചു നിന്നിരുന്നു. ലിവ് അവന്റെ മുറിവുകളെല്ലാം നീക്കം ചെയ്യുകയും വൃത്തിയാക്കുകയും ചെയ്യുന്നു. പിന്നീട് അവർ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ അപ്പുറത്തെ അപ്പാർട്ട്മെന്റിൽ നിന്ന് നിലവിളി കേൾക്കുന്നു. അവർ ആ ഭിത്തിയിലുള്ള തുളയിലൂടെ നോക്കുമ്പോൾ അവിടെ എന്തോ കുഴപ്പം സംഭവിച്ചിട്ടുണ്ടെന്ന് മനസ്സിലാവുന്നു. ആനയും മാർവിനും തമ്മിൽ തർക്കിക്കുന്നതും പിന്നെ തറയിൽ വസ്തുക്കൾ എറിയുന്ന ശബ്ദവും ഒക്കെ കേൾക്കാം. പെട്ടെന്ന് എല്ലാം നിശബ്ദമാവുകയാണ്. എന്തോ പ്രശ്നമുണ്ടെന്ന് മനസ്സിലാക്കിയ അവർ ആ മതിൽ തകർത്ത് വലിയ തുളയുണ്ടാക്കാൻ തുടങ്ങുന്നു. കുറച്ചു നേരത്തെ പരിശ്രമത്തിന് ശേഷം അവർക്ക് കടക്കാൻ പാകത്തിന് വലിപ്പത്തിൽ ആ തുള വലുതാക്കുന്നു. ടീം ഒരു ബാറ്റ് എടുത്ത് അതിലൂടെ അപ്പുറത്തേക്ക് കടന്നു. ആ അപ്പാർട്ട്മെന്റ് പരിശോധിക്കുമ്പോൾ അവിടുത്തെ കാർപ്പറ്റിൽ രക്തക്കറകളാണ് അവർ കാണുന്നത്. ഒടുവിൽ അവർ ആന തറയിൽ വീണ് കിടക്കുന്നത് കണ്ടു. അവർ അവളെ അവിടെ നിന്ന് എഴുന്നേൽപ്പിച്ചു. പക്ഷെ പെട്ടെന്ന് മാർവിൻ ടിമ്മിനെ ആക്രമിക്കുകയും ബാറ്റ് ഉപയോഗിച്ച് കഴുത്ത് ഞെരിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നു. ലീവ് തിരികെ ഓടി വന്ന് മാർവിന്റെ മുഖത്ത് പെപ്പർ സ്പ്രേ അടിച്ച്
വെച്ച് ടിമ്മിനെ രക്ഷിച്ചു. ടിം ആണെങ്കിൽ അവനെ ബാറ്റ് കൊണ്ടും അടിച്ചു. ഇതോടെ അവൻ നിലവിളിക്കാൻ തുടങ്ങി. അവർ കരുതിയത് മാർവിനാണ് ആനയെ ഉപദ്രവിച്ചതെന്നാണ്. പക്ഷെ ആന പറയുന്നു അവനല്ല തന്നെ ഉപദ്രവിച്ചത്. അവൾ മതിലിൽ അടിക്കാൻ ശ്രമിച്ചപ്പോൾ അബദ്ധത്തിൽ അവനെ അടിച്ചതായിരുന്നു. നിലത്ത് കണ്ട ചോരപ്പാടുകൾ മാർവിന്റേതാണ്. ലിവിനും ടിമ്മിനും പക്ഷെ മാർവിന്റെ കാര്യത്തിൽ അത്ര വിശ്വാസമില്ലായിരുന്നു. അതിനാൽ മാർവിന്റെ കൈകൾ അവൻ ശാന്തമാകുന്നത് വരെ കെട്ടിയിടുകയാണ്. പിന്നീട് ടിം അപ്പാർട്ട്മെന്റിന് ചുറ്റും നോക്കി. പ്രവേശനം വിലക്കിയിരിക്കുന്നു എന്നെഴുതിയ ഒരു വാതിൽ കണ്ടെത്തുന്നു. അവൻ അത് ബലമായി തുറക്കുന്നു. ഈ സമയം ലിവ് അവനെ സഹായിക്കാൻ വരുന്നു. അവർ കുറച്ച് ഡിജിറ്റൽ ക്യാമറകളും ഒരു കോടാലിയും കണ്ടെത്തുന്നു. ടിം അത് ഉപയോഗിച്ച് വാതിലിൽ വെട്ടുന്നു. പക്ഷെ അതുകൊണ്ട് ഫലമുണ്ടായില്ല. ആ സമയം മാർവിൻ തന്റെ കെട്ടൊക്കെ ഇറങ്ങി ഉണരുന്നു. എന്താണ് സംഭവിച്ചതെന്നൊന്നും അവന് ഓർമ്മയില്ല. പക്ഷെ അവർ നടന്ന കാര്യങ്ങളൊക്കെ അവനോട് പറയുമ്പോൾ അവൻ ടിമ്മിനെ ആക്രമിച്ചത് സോറി പറയുന്നു. ആന അവനെ അടിച്ചതിന് ശേഷം അവൻ അമിതമായി മരുന്ന് കഴിച്ചതാണ് അവനെ ആക്രമണോത്സുകനാക്കിയത്. ലിവിന് ഇപ്പോ ഒരു ആശയം തോന്നുന്നു. അവൾ ആ കെട്ടിടത്തിന്റെ ഒരു പ്ലാൻ മതിലിൽ വരച്ചു. അവർ ഈ അപ്പാർട്ട്മെന്റിലേക്ക് വരുന്നതിന് മുമ്പ് ലിവ് ഈ കെട്ടിടത്തിന്റെ പ്ലാൻ ഒക്കെ കണ്ടായിരുന്നു. അവൾ പറയുന്നത് ഈ കെട്ടിടം രണ്ടാം ലോക മഹായുദ്ധകാലത്ത് മുതൽ ഉള്ളതാണെന്നും അതുകൊണ്ട് അതിന്റെ ബേസ്മെന്റിൽ ഒരു ബങ്കറും അതിന്റെ സബ്വേ സിസ്റ്റവുമായി ബന്ധിപ്പിക്കുന്ന ഒരു തുരങ്കവും ഉണ്ടായിരിക്കുമെന്നാണ്. അതിലേക്ക് എത്താനുള്ള വഴി എന്താണെന്ന് വെച്ചാൽ തറ പൊളിച്ച് താഴേക്ക് പോകുകയാണ്. ഇതിനുശേഷം ടിം തറ തകർക്കാൻ തുടങ്ങുകയാണ്. കറുത്ത ഇഷ്ടിക അവിടെ പ്രശ്നമൊന്നും ഉണ്ടാക്കിയില്ല. കുറച്ചു സമയം ജോലി ചെയ്ത ശേഷം അവർക്ക് കടന്നു പോകാൻ പറ്റിയ വലിപ്പത്തിൽ ഒരു തുളയുണ്ടാക്കുന്നു. ടിം ചില ഷീറ്റുകൾ കയറായി ഉപയോഗിച്ച് താഴേക്ക് ഇറങ്ങുന്നു. അവിടെ എത്തിയപ്പോൾ ഓസ്വാൾഡ് എന്ന ഒരു വൃദ്ധനായ മനുഷ്യൻ അവനെ തോക്ക് ചൂണ്ടി നിൽക്കുന്നതാണ് കാണുന്നത്. താൻ കക്കാൻ വന്നതല്ല എന്ന് ടിം പറഞ്ഞെങ്കിലും ഓസ്വാൾഡ് അത് വിശ്വസിച്ചില്ല. പക്ഷെ ആ സമയം പേരക്കുട്ടിയായ ലിയ വന്ന് അയാളെ തടസ്സപ്പെടുത്തി. ഇവരോട് സഹകരിച്ചില്ലെങ്കിൽ ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ തന്നെ നമ്മൾ മരിക്കുമെന്ന് പറയുന്നു. ഇതോടെ ഓസ്വാൾഡ് ഒന്ന് അടങ്ങി. അപ്പൊ മറ്റുള്ളവരും താഴേക്ക് വരുന്നു. ലിയ അടുത്ത തുള വഴി താഴേക്ക് ഇറങ്ങാനായി ഒരു ഗോവണി കൊണ്ടുവരാമെന്ന് പറയുന്നു. ടിം ഒടുവിൽ മാർവിന്റെ കയ്യിലെ ടേപ്പ് മുറിച്ചു. ഇത് പക്ഷേ ഓസ്വാൾഡിന് അത്ര ഇഷ്ടപ്പെട്ടില്ല. മാർവിൻ തറ തകർക്കാൻ തുടങ്ങുമ്പോൾ ലിയ തന്റെ ഫോൺ സന്ദേശങ്ങൾ അയക്കാൻ കഴിയാത്തതിനാൽ നിരാശയിലാണ്. കഴിഞ്ഞ രാത്രി അവൾ തന്റെ കാമുകിയുമായി വഴക്കിട്ട് അവളോട് അവിടുന്ന് പോകാൻ പറഞ്ഞിരുന്നു. അതിനുശേഷം അവർ സംസാരിച്ചിട്ടില്ലായിരുന്നു. ലിയ പറയുന്നത് പുലർച്ചെ 4 മണിക്ക് കുളിമുറിയിൽ പോകാൻ എഴുന്നേറ്റപ്പോൾ അവൾ കറുത്ത മതിൽ കണ്ടിരുന്നുവെന്നാണ്. ഈ സമയം ടിം അവിടെയുള്ള സ്മോക്ക് ഡിറ്റക്ടറിൽ എന്തോ പിടിപ്പിച്ചിരിക്കുന്നത് ശ്രദ്ധിച്ചു. അത് തുറന്നു നോക്കിയപ്പോൾ കണ്ടത് ഒരു ക്യാമറ ആയിരുന്നു. ഓസ്വാൾഡിനോട് ചോദിക്കുമ്പോൾ അയാൾക്ക് അത് അവിടെയുള്ള കാര്യം അറിയില്ലായിരുന്നു. ഫ്രീഡ്മാൻ ആണ് ഇൻസ്റ്റാളേഷൻ ഒക്കെ നടത്തിയത്. അടുക്കളയിലെ സ്മോക്ക് ഡിറ്റക്ടർ നോക്കിയപ്പോൾ അതിലും ഉണ്ട് മറ്റൊരു ക്യാമറ. ഫ്രീഡ്മാൻ എല്ലാവരെയും റെക്കോർഡ് ചെയ്യുകയായിരുന്നു. ഓസ്വാൾഡിന്റെ അപ്പാർട്ട്മെന്റിന് അടുത്താണ് ഫ്രീഡ്മാന്റെ അപ്പാർട്ട്മെന്റ്. അതിനാൽ അവരുടെ ഇടയിലുള്ള മതിലിൽ അവർ വലിയൊരു തുളയുണ്ടാക്കുന്നു. ഗ്രൂപ്പ് അതിലൂടെ കടന്ന് അവർ അവിടെ കണ്ടത് വളരെ വിചിത്രമായ കുറെ വസ്തുക്കളുടെ ഒരു വലിയ ശേഖരമായിരുന്നു. മാർവിൻ അവിടുന്ന് ഒരു പഴയ ബ്ലേഡും എടുക്കുന്നു. അവർ ആ സ്ഥലമൊക്കെ പരിശോധിക്കുമ്പോൾ ഫ്രീഡ്മാനെ തറയിൽ കൈകൾ നഷ്ടപ്പെട്ട നിലയിൽ മരിച്ചു കിടക്കുന്നതായി കണ്ടെത്തുന്നു. മാർവിൻ ഓക്കാനിക്കാൻ വേണ്ടി ഓടുമ്പോൾ ലിവിന് പാനിക് അറ്റാക്ക് ഉണ്ടാകുന്നു. ടിം അവളെ ശാന്തമാക്കാൻ ശ്രമിക്കുമ്പോൾ അവൾ അവിടുന്ന് ഓടിപ്പോകുകയാണ്. പിന്നീട് ടിം ഫ്രീഡ്മാന്റെ ഫോൺ എടുത്ത് നോക്കിയപ്പോൾ അതിൽ ആ കറുത്ത മതിലുകളുടെ ചിത്രങ്ങൾ കണ്ടു. പിന്നീട് അവർ മറ്റൊരു അപ്പാർട്ട്മെന്റിലേക്ക് പോവുകയും വീണ്ടും തറ തകർക്കാൻ തുടങ്ങുകയും ചെയ്യുന്നു. ഓസ്വാൾഡിനോട് ഫ്രീഡ്മാന്റെ അപ്പാർട്ട്മെന്റിൽ നിന്ന് എന്തെങ്കിലും കേട്ടിട്ടുണ്ടോ എന്ന് ചോദിക്കുന്നു. പക്ഷെ അയാൾ ഒന്നും കേട്ടിട്ടില്ല. ഓസ്വാൾഡ് വളരെ ടെൻഷൻ അടിച്ച് നിൽക്കുകയാണ്. അപ്പോൾ ലിയ അയാളെ മരുന്ന് കഴിക്കാൻ സഹായിക്കുന്നു. ആ സമയം ലീവ് പത്രം എടുത്തു നോക്കി. തുറമുഖത്തെ തീപിടുത്തവുമായി ഇത് ബന്ധപ്പെട്ടിരിക്കാമോ എന്നാണ് അവളുടെ സംശയം. എന്നാൽ ടിം പറയുന്നത് അത് വളരെ അകലെ ആയതിനാൽ അതുകൊണ്ടാവാൻ സാധ്യതയില്ലെന്നാണ്. പെട്ടെന്നാണ് ആ തറ തകരുന്നത്. അതോടെ അവരിൽ ഭൂരിഭാഗവും അടുത്ത അപ്പാർട്ട്മെന്റിലേക്ക് വീണു. ഈ വീഴ്ചയുടെ ആഘാതത്തിൽ അവരുടെ ബോധം പോകുകയാണ്. ലീവ് കോണി എടുക്കാൻ വേണ്ടി ഓടി. പിന്നെ താഴേക്ക് ഇറങ്ങി വന്ന് ടിമ്മിനെ പരിശോധിക്കുന്നു. അവന് ഇപ്പോൾ നല്ല വേദനയുണ്ട്. ഈ സമയം മറ്റുള്ളവരും ഉണർന്നു. അവർക്ക് ചെറിയ മുറിവുകളൊക്കെ പറ്റിയിട്ടുണ്ട്. ഓസ്വാൾഡ് താഴേക്ക് പോകുമ്പോൾ തനിക്ക് പരിക്കേൽക്കുമോ എന്ന് ഭയപ്പെടുന്നു. പക്ഷെ ലിയ അയാളോട് പറയുന്നത് എന്തൊക്കെ വന്നാലും അപ്പൂപ്പനെ ഞാൻ ഉപേക്ഷിക്കില്ലെന്നാണ്. എല്ലാവരും ഓസ്വാൾഡിനെ ഗോവണി എടുക്കാനും ഓക്സിജൻ ടാങ്ക് കൊണ്ടുപോകാനും സഹായിക്കുന്നു. ഈ അപ്പാർട്ട്മെന്റിൽ വെച്ച് അവർ ആന്റന്റെ സുഹൃത്തായ യൂറിയെ കണ്ടുമുട്ടുന്നു. യൂറി പറയുന്നത് ആന്റൻ പെട്ടെന്നുണ്ടായ ഒരു ഹാർട്ട് അറ്റാക്ക് കാരണം മരിച്ചുവെന്നാണ്. ആ മതിലിന്റെ കാന്തിക ശക്തി ആന്റന്റെ പേസ് മേക്കറിനെ ബാധിച്ചതിനാലായിരിക്കാം അങ്ങനെ സംഭവിച്ചത്. അപ്പോഴാണ് ലിയ മേശപ്പുറത്ത് ഒരുപാട് വിചിത്രമായ കടലാസുകൾ കൂടിക്കിടക്കുന്നത് ശ്രദ്ധിക്കുന്നത്. അത് കണ്ടപ്പോൾ അവൾക്ക് സംശയമായി. യൂറി കരുതുന്നത് കറുത്ത മതിലുകൾ ഡീപ് സ്റ്റേറ്റ് അവരെ സംരക്ഷിക്കാൻ വേണ്ടി സ്ഥാപിച്ചതാണെന്നാണ്. പുറത്ത് മാരകമായ എന്തെങ്കിലും റേഡിയേഷനോ പകർച്ചവ്യാധികളോ ഉണ്ടായിരിക്കാം. അല്ലെങ്കിൽ ഒരു ഏലിയൻ ആക്രമണം നടന്നിട്ടുണ്ടാകാം. അതുകൊണ്ട് അകത്ത് തുടരുന്നതാണ് സുരക്ഷിതം. അതിനാൽ ആരെങ്കിലും നമ്മളെ രക്ഷിക്കുന്നത് വരെ ഇവിടെ തന്നെ അവർ തങ്ങണമെന്നാണ് അയാൾ ആവശ്യപ്പെടുന്നത്. പക്ഷെ മറ്റുള്ളവർ അത് നിരസിക്കുകയും തറ പൊളിക്കുന്ന ജോലി തുടരുകയും ചെയ്യുന്നു. ഈ സമയം ലിയ മേശപ്പുറത്തിരിക്കുന്ന കുറച്ച് കടലാസുകൾ ശ്രദ്ധിക്കുന്നു. അപ്പോൾ യൂറി പറയുന്നത് ആന്റന്റെ ഹൃദയം തകർന്നത് അവിടുന്ന് രക്ഷപ്പെടാനുള്ള അവന്റെ സ്ട്രെസ് മൂലമുണ്ടായ സമ്മർദ്ദം കൊണ്ടാണെന്ന്. അവൾ ആ മുറി വിടുമ്പോൾ യൂറി ഒരു കടലാസ് നശിപ്പിക്കുന്നു. തറയിലെ ദ്വാരം അവർ വളരെ വേഗത്തിൽ പൂർത്തിയാക്കി. അങ്ങനെ അവർ ഒടുവിൽ ബേസ്മെന്റിൽ എത്തുന്നു. അവിടെ നിന്ന് ഒരു പഴയ വാതിൽ തുറന്ന് മറ്റൊരു മുറിയിലേക്ക് ഒരു കോറിഡോർ വഴി പോകുന്നു. അവിടെ ഒരു വാതിലുണ്ട്. അതിലൊരു സീലും വച്ചിട്ടുണ്ട്. അതിലെ ചിഹ്നം സൂചിപ്പിക്കുന്നത് അത് ഷെൽട്ടറുകളിലേക്ക് പോകുന്നു എന്നാണ്. യൂറി ആ ഹോളിന്റെ മുകളിൽ നിന്ന് നോക്കുമ്പോൾ ലീവ് ആ വാതിലിന്റെ സീൽ അടിച്ചു തുറക്കുന്നു. പക്ഷെ അവിടെ അവർ കണ്ടത് ആ സ്ഥലവും കറുത്ത ഇഷ്ടിക കൊണ്ട് മൂടിയിരിക്കുന്നതാണ്. ഇതോടെ മാർവിൻ കലി കയറിയിട്ട് ആ കോടാലി എടുത്ത് വാതിൽ
മതിൽ അടിച്ചു പൊളിക്കാൻ നോക്കി. ഇത് കണ്ട് ടിം അവനെ തടയാൻ ശ്രമിച്ചു. ഓസ്വാൾട്ട് തോക്കെടുത്ത് അവന്റെ തലയ്ക്ക് നേരെ പിടിച്ചു. ഇതോടെ മാർവിൻ ശാന്തനായി. പക്ഷെ അത് അവന്റെ അടവായിരുന്നു. അവൻ പെട്ടെന്ന് ഓസ്വാൾട്ടിന്റെ കയ്യിൽ നിന്ന് തോക്കെടുത്ത് കറുത്ത മതിലിൽ വെടിവെക്കുന്നു. പക്ഷെ പിന്നെ കണ്ട കാഴ്ച എല്ലാവരെയും ഞെട്ടിച്ചു കളഞ്ഞു. ആ വെടിയുണ്ടകൾ മതിലിന്റെ കാന്തിക ശക്തി കാരണം വായുവിൽ തങ്ങി നിൽക്കുകയാണ്. മുമ്പത്തെ സംഭവം ഓർമ്മയുള്ളതിനാൽ ടിം ആ വെടിയുണ്ടകൾ തിരിച്ചു വരുന്നതിൽ നിന്നും രക്ഷപ്പെടാനായി എല്ലാവരോടും താഴോട്ട് ഇരിക്കാൻ പറയുന്നു. പക്ഷെ ഓസ്വാൾട്ടിന് പെട്ടെന്ന് നീങ്ങാൻ കഴിഞ്ഞില്ല. ഒരു വെടിയുണ്ട അയാളെ കൊല്ലുന്നു. അവർ തിരിച്ച് അപ്പാർട്ട്മെന്റിലേക്ക് തന്നെ മടങ്ങുന്നു. ആന പറയുന്നത് നമ്മൾ എന്തോ കാര്യത്തിന് വേണ്ടിയാണ് ഇങ്ങനെ തിരഞ്ഞെടുക്കപ്പെട്ടതെന്നാണ്. 15-ാം വയസ്സിൽ ഒരു സൈക്കിൾ അപകടത്തിന് ശേഷം 2 മിനിറ്റ് താൻ മരിച്ചിരുന്നുവെന്ന് അവൾ പറയുന്നു. മറ്റാർക്കെങ്കിലും മരണാനുഭവമോ അതിന് സമാനമായ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ എന്ന് ചോദിക്കുന്നു. ലിയ തന്റെ അമ്മ ക്യാൻസർ മൂലം മരിച്ചുവെന്ന് പറയുന്നു. യൂറി ഒരു പോലീസ് ഉദ്യോഗസ്ഥനായിരിക്കെ ഒരാളെ കൊന്നിരുന്നു. മാർവിൻ ഓസ്വാൾട്ടിനെ കൊന്നതിന് എല്ലാവരോടും സോറി പറയുന്നു. ടിം ആണെങ്കിൽ തന്റെ കുഞ്ഞിനെ കുറിച്ച് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷെ ലീവ് ആ സംഭവത്തെ കുറിച്ച് പറയാൻ തുടങ്ങുന്നു. അത് കേട്ട് അസ്വസ്ഥനായ ടിം മറ്റൊരു മുറിയിലേക്ക് ഓടുന്നു. ലീവ് അവനെ പിന്തുടരുകയും പിന്നെ അവർ തമ്മിൽ അതിനെപ്പറ്റി തർക്കിക്കുന്നു. എന്തിനാണ് നമ്മുടെ പേഴ്സണൽ കാര്യങ്ങളൊക്കെ അവരോട് പറയുന്നത് എന്നാണ് ടിം ചോദിക്കുന്നത്. നമ്മൾ ഏതായാലും ഉടൻ മരിക്കാൻ പോകുന്നതിനാൽ ഇതിനെക്കുറിച്ച് തുറന്ന് സംസാരിക്കണമെന്ന് ലീവ് പറയുന്നു. ഇത് ടിമ്മിനെ ദേഷ്യപ്പെടുത്തുകയും അവൻ ഉച്ചത്തിൽ അലറാനും തുടങ്ങി. അങ്ങനെ മറ്റുള്ളവർ ഇവരുടെ സംസാരമൊക്കെ കേട്ടു. ടിമ്മിന്റെ പരാതി എന്താണെന്ന് വെച്ചാൽ ലീവ് തന്റെ ജോലി ഒറ്റ രാത്രി കൊണ്ട് ഉപേക്ഷിക്കാൻ ആഗ്രഹിക്കുന്നതിനെ കുറിച്ചാണ്. പക്ഷെ ലീവും വിട്ടുകൊടുക്കാൻ തയ്യാറല്ല. അവൾ പറയുന്നത് അത് ഒറ്റ രാത്രി കൊണ്ടല്ലെന്നും ആ മിസ്കാരേജിന് ശേഷം ടിം അവളെ അവഗണിച്ച് തന്റെ കമ്പ്യൂട്ടറിനാണ് മുൻഗണന നൽകിയതെന്നുമാണ്. അയാൾ ഒരിക്കലും ആ സംഭവത്തെക്കുറിച്ച് അവളോട് സംസാരിച്ചിരുന്നില്ല. അതുകൊണ്ട് അവൾക്ക് തന്റെ ദുഃഖം ഒറ്റയ്ക്ക് നേരിടേണ്ടി വന്നു. ടിം തന്നെ ഉപേക്ഷിച്ചതാണെന്ന് പറഞ്ഞ് അവൾ ആ മുറി വിട്ടുപോയി. എന്തെങ്കിലും കൂടുതൽ സൂചനകൾ കിട്ടുമോ എന്നറിയാനായി ടീം എല്ലാവരെയും കൂട്ടി ഫ്രിഡ്മാന്റെ മുറിയിലേക്ക് പോയി. പക്ഷെ ലിയ പറയുന്നത് നമ്മൾ ആന്റന്റെ മുറിയിലുള്ള ആ കുറിപ്പുകൾ നോക്കണമെന്നാണ്. പക്ഷെ താൻ അതെല്ലാം വായിച്ചു നോക്കിയതാണെന്ന് പറഞ്ഞ് യൂറി അതിനെ എതിർത്തു. സെർച്ച് ചെയ്യാൻ വേണ്ടി ഗ്രൂപ്പിനെ പല ടീം ആക്കി. ആന്റന്റെ ഒരു കടലാസിൽ കറുത്ത മതിലിന്റെ അതേ പാറ്റേൺ ഉണ്ടെന്ന് ലിയ ശ്രദ്ധിക്കുന്നു. ലീവ് മുമ്പ് പറഞ്ഞിരുന്ന മതിലിലുള്ള ആ 4 പ്രത്യേക സ്ഥലങ്ങളും ആന്റൺ കണ്ടെത്തിയിരുന്നു. അതിനുശേഷം അവർ ആന്റന്റെ ഒരു ബിസിനസ് കാർഡ് കണ്ടു. അയാൾ നാനോ ഡിഫൻസ് കമ്പനിയിൽ ആണ് ജോലി ചെയ്തിരുന്നതെന്ന് അവർക്ക് മനസ്സിലായി. ഈ മതിൽ നാനോ ബോട്ടുകൾ കൊണ്ട് നിർമ്മിച്ചിരിക്കുന്നതാണ്. യൂറി പറയുന്നത് തന്റെ സുഹൃത്ത് ഒരു പ്രോഗ്രാമർ ആയിരുന്നുവെന്നാണ്. പക്ഷെ അവന്റെ ജോലിയെ കുറിച്ച് കൂടുതലൊന്നും അയാൾക്ക് അറിയില്ല. ഒരു ഡ്രോവറിന്റെ അകത്ത് നിന്ന് അവർ തകർന്ന ഒരു ലാപ്ടോപ്പും ഫോണും കണ്ടെത്തുന്നു. യൂറി പറയുന്നത് ആന്റൺ നിരാശ കാരണം ആ മതിലിലേക്ക് എറിഞ്ഞ് നശിപ്പിച്ചതാണെന്നാണ്. ഈ സമയം ടിമ്മിന്റെ ടീം ഫ്രീഡ്മാന്റെ അപ്പാർട്ട്മെന്റിലാണുള്ളത്. അയാൾ ഒരു കാര്യം ശ്രദ്ധിച്ചു. ആ മുറി അപ്പാർട്ട്മെന്റിന്റെ യഥാർത്ഥ വലിപ്പത്തേക്കാൾ ചെറുതാണ്. അവൻ ഒരു മതിലിൽ തട്ടിയപ്പോൾ അത് പൊള്ളയാണെന്ന് മനസ്സിലായി. മാർവിൻ ഒരു റിമോട്ട് കൺട്രോൾ കണ്ടെത്തി. അത് ഓണാക്കുമ്പോൾ മതിലിലെ ഒരു സെൻസർ ആക്ടിവേറ്റ് ആവുന്നു. പക്ഷെ അതിനൊരു പാസ്വേഡ് വേണം. ടിം ആ റിമോട്ടിൽ പൊടിയിട്ട് ഊതി നോക്കിയപ്പോൾ അതിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിച്ച ബട്ടണുകൾ ഏതാണെന്ന് കണ്ടെത്തുന്നു. അങ്ങനെ 24 കോമ്പിനേഷനിലുള്ള പാസ്വേഡുകൾ ആയിരിക്കാം ഉള്ളതെന്ന് മനസ്സിലാക്കി. ഈ സമയം ലിയയും ലിവും ആന്റന്റെ വേസ്റ്റ് ബിന്നിൽ തിരയുകയായിരുന്നു. അതിനകത്ത് നിന്ന് കിട്ടിയ ഒരു കടലാസിൽ കോഡ് എന്ന വാക്ക് കണ്ടെത്തുന്നു. പെട്ടെന്ന് യൂറി ചിരിക്കുകയും മതിൽ തുറന്നാൽ മാരകമായ റേഡിയേഷൻ അകത്ത് വരാമെന്ന് പറയുകയും ചെയ്യുന്നു. അയാൾ വളരെ വേർഡായിട്ട് ഇങ്ങനെ സംസാരിക്കുമ്പോൾ ആന അങ്ങോട്ടേക്ക് വരുന്നു. അവർ എന്തോ കണ്ടെത്തിയെന്ന് അറിയിക്കാൻ വന്നതാണ് അവൾ. കുറച്ച് പരാജയപ്പെട്ട ശ്രമങ്ങൾക്ക് ശേഷം ടിം ശരിയായ പാസ്വേഡ് കണ്ടെത്തി മതിലിൽ ഒരു വാതിൽ തുറക്കുന്നു. അകത്ത് അവർ കണ്ടത് കുറെ കമ്പ്യൂട്ടറുകളാണ്. ഫ്രീഡ്മാൻ എല്ലാ മുറികളിലും സ്മോക്ക് ഡിറ്റക്ടറിന്റെ അകത്ത് ക്യാമറ വെച്ച് അവരെയെല്ലാം മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ആനയും ലിവും യൂറിയോടൊപ്പം അങ്ങോട്ടേക്ക് എത്തുമ്പോൾ ടിം ആ സംഭവത്തിന്റെ രാത്രിയിലെ വീഡിയോ ഫൂട്ടേജ് കണ്ടെത്തുന്നു. ഒരു ഇരുണ്ട മേഘം പോലെ ഒരു ജനാലയിൽ ആ മതിൽ പെട്ടെന്ന് പ്രത്യക്ഷപ്പെടുന്നത് എല്ലാവരും ഞെട്ടലോടെ കാണുന്നു. ആന്റന്റെ ശരീരം യൂറി കണ്ടെത്തിയെന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്ന് വ്യത്യസ്തമായി വേറെ ഒരു സ്ഥലത്ത് ആന്റന്റെ ബോഡിയുള്ള ഫൂട്ടേജും അവർ കാണുന്നു. ഇത് ചോദിക്കാൻ വേണ്ടി ലീവ് തിരിഞ്ഞു നോക്കുമ്പോൾ യൂറി അവിടെ നിന്നും പോയിരുന്നു. അപ്പോൾ മാർവിൻ അവനെ തിരയാൻ വേണ്ടി പോകുന്നു. അതിനിടെ ലിയ ആന്റന്റെ ശരീരം മൂടിയിരുന്ന സ്കാർഫ് നീക്കി. അയാളുടെ ശരീരത്തിൽ കുറച്ച് ഇരുണ്ട പാടുകൾ കാണാം. ആ സമയം യൂറി അവളുടെ പിന്നിൽ വരുന്നു. ഈ സമയം കമ്പ്യൂട്ടർ ഇരിക്കുന്ന മുറിയിൽ ആന്റൺ മരിക്കുന്നതിന് മുമ്പുള്ള ഒരു ക്ലിപ്പ് കാണുന്നു. അയാളിപ്പോൾ ഫ്രെയിമിന് പുറത്താണ്. പക്ഷെ ആ മുറിയിൽ വെളിച്ചം മിന്നുന്നതും അവിടെ സൂര്യപ്രകാശം വരുന്നതും അവർ ശ്രദ്ധിക്കുന്നു. ആന്റൺ ആ കറുത്ത മതിൽ എങ്ങനെയോ തുറന്നിട്ടുണ്ട്. അടുത്ത ഫ്രെയിമിൽ അവർ കാണുന്നത് യൂറി ആന്റന്റെ കഴുത്ത് ഞെരിച്ച് കൊല്ലുന്നതാണ്. മാർവിൻ ആന്റന്റെ മുറിയിൽ പ്രവേശിക്കുമ്പോൾ യൂറി എല്ലാ കടലാസുകളും കത്തിക്കുന്നതും ലിയ മരിച്ച് തറയിൽ കിടക്കുന്നതുമാണ് കാണുന്നത്. യൂറി കയ്യിൽ തീയുള്ള ഒരു കടലാസുമായി അവന്റെ അടുത്തേക്ക് വരുന്നു. ഈ മതിൽ നമ്മൾ സംരക്ഷിക്കാൻ വേണ്ടിയുള്ളതാണ്, അത് തുറക്കാൻ ഞാൻ സമ്മതിക്കില്ല. ആ സമയം ടിം ഓസ്വാൾട്ടിന്റെ തോക്കുമായി അങ്ങോട്ടേക്ക് എത്തി. അപ്പോൾ അയാൾ കണ്ടത് യൂറി മാർവിനെ ഞെരിക്കുന്നതാണ്. യൂറി മാർവിനെ വിട്ടിട്ട് ആ തോക്കിന് വേണ്ടി ടിമ്മുമായി ഫൈറ്റ് ചെയ്യുന്നു. ഇതിനിടയ്ക്ക് ആ മുറിയുടെ റൂഫിലേക്ക് വെടിവെക്കുന്നു. തലയടിച്ച് നിലത്ത് വീണ മാർവിന് ബോധം നഷ്ടപ്പെട്ടിരുന്നു. ടിമ്മിന്റെ കയ്യിൽ നിന്ന് തോക്ക് തെറിപ്പിച്ച് കളഞ്ഞ ശേഷം യൂറി അവനെ അടിക്കുകയും ഞെരിക്കാനും തുടങ്ങുന്നു. ആ നിമിഷം മാർവിൻ ഉണരുകയും യൂറിയുടെ മുഖത്ത് ചവിട്ടി തോക്ക് തിരിച്ചെടുക്കുന്നു. അവൻ വെടിവെക്കാൻ പോകുമ്പോൾ ലീവ് അവിടെ എത്തി അവനെ തടയുന്നു. പുറത്തു കടക്കാനുള്ള വഴി യൂറിക്ക് അറിയാമായിരിക്കും. അതുകൊണ്ട് അയാളെ
കൊല്ലണ്ട എന്നാണ് അവൾ പറയുന്നത്. യൂറി വീണ്ടും അവരെ ആക്രമിക്കാൻ ശ്രമിക്കുമ്പോൾ ടീം അവനെ അടിച്ച് ബോധം കെടുത്തി കെട്ടിയിടുന്നു. ടീം യൂറിയുടെ ബാഗ് പരിശോധിക്കുമ്പോൾ ഗൂഢാലോചന സിദ്ധാന്തങ്ങളെ കുറിച്ചുള്ള പുസ്തകങ്ങളാണ് കണ്ടെത്താൻ കഴിഞ്ഞത്. ലീവ് പറയുന്നത് യൂറി ലിയയെ കൊന്നത് ആന്റനെ പോലെ അവളും മതിൽ തുറക്കാനുള്ള വഴി കണ്ടെത്തിയത് കൊണ്ടാണെന്നാണ്. ആന ക്യാമറകൾ വീണ്ടും പരിശോധിക്കാൻ പോകുമ്പോൾ ലീവും ടിമ്മും കത്തിച്ച കടലാസുകളുടെ അവശിഷ്ടങ്ങൾ നോക്കുന്നു. മതിലിൽ ഉള്ള ഇഷ്ടികകൾക്ക് വ്യത്യസ്ത വലിപ്പമാണുള്ളത്. അത് എന്തുകൊണ്ടാണെന്ന് മനസ്സിലാവുന്നില്ല. ഒരു കടലാസിൽ ഒരു പ്രത്യേക തരത്തിലുള്ള പാറ്റേൺ ഉള്ളത് അവർ ശ്രദ്ധിച്ചു. ടിം പറയുന്നത് അത് മോഴ്സ് കോഡ് പോലെയുള്ള ഒന്നാണെന്നാണ്. ആന്റൺ ഒരു പക്ഷെ അത് ഡീകോഡ് ചെയ്തിരിക്കാം. ആന്റന്റെ ബിസിനസ് കാർഡ് നോക്കിയപ്പോൾ അവർ ശ്രദ്ധിച്ച കാര്യം അതിലെ അഡ്രസ് തുറമുഖത്ത് തീപിടുത്തമുണ്ടായ ആ കമ്പനിയുടെ അഡ്രസ് ആണ്. ഇതിനുശേഷം അവർ യൂറിയെ ഉണർത്തുന്നു. അവൻ സംസാരിക്കാൻ വിസമ്മതിക്കുമ്പോൾ മാർവിൻ അവനെ അടിക്കുന്നു. ടിം യൂറിയുടെ തോളിന് മുകളിലുള്ള ഫർണിച്ചറിലേക്ക് വെടിവെച്ച് അവനെ ഭീഷണിപ്പെടുത്തി. അപ്പോൾ യൂറി പറയുന്നത് ഈ മതിൽ ഒരു പ്രതിരോധ സംവിധാനമാണെന്നും തുറമുഖത്തെ തീപിടുത്തം മൂലം അബദ്ധത്തിൽ അത് ആക്ടിവേറ്റ് ആയതാണെന്നാണ്. ഇവൻ ഒരു ഭ്രാന്തനാണെന്നും പറഞ്ഞ് മാർവിൻ യൂറിയെ അടിക്കുമ്പോൾ ടിം അവനെ പിടിച്ചു മാറ്റുന്നു. ആ സമയം ആന എന്തോ കണ്ടെത്തിയെന്ന് അവരോട് വിളിച്ചു പറഞ്ഞു. ആന്റൺ തന്റെ ഫോണിൽ ഇഷ്ടികകൾ സ്കാൻ ചെയ്യാൻ ഒരു ആപ്പ് പ്രോഗ്രാം ചെയ്തിരുന്നു. ആ മതിൽ തുറക്കണമെങ്കിൽ അതിന്മേലുള്ള 4 പ്രത്യേക സ്ഥലങ്ങളിൽ ലൈറ്റ് അടിക്കണം. ലീവ് മുമ്പ് കണ്ടെത്തിയ ആ തകർന്ന ഫോൺ എടുക്കുകയും ടിം ആ വിവരങ്ങൾ ഉപയോഗിച്ച് ആപ്പ് വീണ്ടും സൃഷ്ടിക്കുകയും ചെയ്തു. പിന്നീട് അതൊരു ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്തു. പിന്നെ അവർ ആ അപ്പാർട്ട്മെന്റിലേക്ക് തിരിച്ചെത്തിയിട്ട് ഒരു വാതിലിൽ ആപ്പ് ഉപയോഗിക്കുന്നു. സ്ക്രീനിൽ 4 പോയിന്റുകൾ പ്രത്യക്ഷപ്പെട്ടു. ടിം ആ പോയിന്റുകളിൽ അമർത്തിയപ്പോൾ ഇഷ്ടികകൾ വെള്ളത്തിന്റെ രൂപത്തിലേക്ക് മാറുകയാണ്. ആന തന്റെ വിരൽ കൊണ്ട് അതിൽ തൊട്ടപ്പോൾ ആ പദാർത്ഥം അവളുടെ വിരലിന് മൂടി. പിന്നീട് അവൾ മുഴുവൻ കൈയും അകത്തേക്ക് വയ്ക്കുന്നു. അത് ചൂടുള്ളതാണെന്നും എന്തോ നീങ്ങുന്നതായി തോന്നുന്നുവെന്നും പറയുന്നു. യൂറി അത് അപകടമാണെന്ന് പറഞ്ഞപ്പോൾ മാർവിൻ അവനെ അടിക്കുന്നു. ആനയോട് കൈ പുറത്തെടുക്കാൻ പറഞ്ഞെങ്കിലും അവൾക്കത് ചെയ്യാൻ കഴിയുന്നില്ല. വാസ്തവത്തിൽ നാനോബോട്ടുകൾ അവളെ അകത്തേക്ക് വലിക്കാൻ തുടങ്ങുകയായിരുന്നു. അത് അവളുടെ കാലുകളും പിടിച്ചു വലിച്ചു. മറ്റുള്ളവർ അവളെ രക്ഷിക്കാൻ വേണ്ടി തിരിച്ചു വലിക്കുകയാണ്. പക്ഷേ അപ്പോഴേക്കും മതിൽ പഴയ പോലെ ഉറച്ചതാവാൻ തുടങ്ങിയിരുന്നു. അതിനകത്ത് പെട്ട് ആനയുടെ ബോഡി രണ്ടായി മുറിഞ്ഞു പോകുകയാണ്. ഇത് തന്നെയാണ് ഫ്രീഡ്മാന് സംഭവിച്ചതും. അയാളുടെ കൈ മുറിഞ്ഞതും മതിലിന്റെ അകത്ത് പെട്ടിട്ടാണ്. ഈ സമയം യൂറി ചിരിക്കുകയും മതിൽ അവരെ ഒരിക്കലും വിട്ടയക്കില്ലെന്ന് പറയുകയും ചെയ്തപ്പോൾ ദേഷ്യം വന്ന മാർവിൻ അവനെ കുറെ തവണ വെടിവെച്ചിട്ട് ആത്മഹത്യ ചെയ്യുന്നു. ഈ സമയം ടിം ആ ആപ്പ് ഒന്നുകൂടി ട്രൈ ചെയ്യാൻ തീരുമാനിക്കുന്നു. ബട്ടണുകൾ തെറ്റായ ക്രമത്തിൽ അമർത്തിയത് കൊണ്ടാവാം നേരത്തെ അത് തുറക്കാതിരുന്നത്. ഓരോ ബട്ടൺ ഞെക്കുമ്പോഴും ഒരു പ്രത്യേക നമ്പറിലാണ് ആ വെളിച്ചം മിന്നുന്നത്. ഒന്നാമത്തെ ബട്ടൺ ഞെക്കുമ്പോൾ 6 തവണ ലൈറ്റ് മിന്നുന്നു. രണ്ടാമത്തേത് ഞെക്കുമ്പോൾ 3 തവണയും. അതിനാൽ ആന്റൺ ഏത് ഓർഡറിലാണ് ബട്ടൺ ഞെക്കിയതെന്ന് മനസ്സിലാക്കാൻ അവർ ആ വീഡിയോ ഫൂട്ടേജ് ഒന്നുകൂടി പരിശോധിക്കുന്നു. അതേസമയം യൂറി അങ്ങോട്ട് വന്ന് അവരെ ആക്രമിക്കുന്നു. അയാൾ ടിമ്മിനെ തല കൊണ്ട് ഇടിച്ചു വീഴ്ത്തിയിട്ട് ലിവിനെ പിന്തുടരുന്നു. അവൾ പിന്നോട്ട് നീങ്ങിയപ്പോൾ അവിടെ തറയിലുള്ള ഹോളിലൂടെ താഴേക്ക് വീണു. അപ്പോൾ ടിം പിറകിൽ നിന്ന് വന്ന് യൂറിയെ ചവിട്ടി താഴേക്ക് ഇട്ടു. പിന്നെ ലിവിനെ രക്ഷിക്കാൻ ആ ഹോളിന്റെ അകത്തേക്ക് ചാടുന്നു. അവരിപ്പോൾ ബേസ്മെന്റിലെ കോറിഡോർ വഴി ഓടുകയാണ്. ഒരിടത്തെത്തിയപ്പോൾ ഒരു വാതിൽ കണ്ട് അത് കടക്കുകയും യൂറിയെ തടയാൻ വേണ്ടി ടിം വാതിൽ പിടിച്ച് അടയ്ക്കുകയും ചെയ്യുന്നു. ലിവ് കറുത്ത മതിലിൽ ആപ്പ് ഉപയോഗിക്കുമ്പോൾ യൂറി അകത്തേക്ക് തള്ളി വന്ന് ടിമ്മിനെ ഞെരിക്കാൻ തുടങ്ങുന്നു. ആന്റൺ ഉപയോഗിച്ച പാറ്റേൺ അവർ വീഡിയോ ഫൂട്ടേജ് വഴി മനസ്സിലാക്കിയതിനാൽ ഇത്തവണ അത് വർക്കായി. ഇഷ്ടികകൾ അകന്നു മാറി ആ മതിൽ ഇപ്പോൾ തുറക്കുകയാണ്. ഈ സമയം ടിമ്മും യൂറിയും ഫൈറ്റ് ചെയ്യുകയാണ്. മതിൽ തിരിച്ച് പതിയെ അടയാൻ തുടങ്ങുന്നു. അപ്പോൾ ടിം ലിവിനോട് തന്നെ വിട്ടുപോകാൻ പറഞ്ഞെങ്കിലും അവൾ അത് കേട്ടില്ല. യൂറി ടിമ്മിനെ കുത്താൻ തുടങ്ങുമ്പോൾ ലിവ് പിന്നിൽ നിന്ന് വന്ന് അവനെ അടിച്ചു വീഴ്ത്തി. അങ്ങനെ അവർ വാതിൽ കടന്ന് കെട്ടിടത്തിന് പുറത്തെത്തി. അവിടെ അവർ കണ്ടത് ആ ടൗൺ മുഴുവൻ കറുത്ത ഇഷ്ടികകളാൽ മൂടപ്പെട്ടിരിക്കുന്നതാണ്. അവരുടെ വാൻ ഒരു കുഴപ്പവും ഇല്ലാതെ അവിടെ കിടപ്പുണ്ട്. അവർ രണ്ടുപേരും അതിൽ കയറി ആ വണ്ടി ഓടിച്ചു പോകുന്നു. റേഡിയോയിൽ തുറമുഖത്തെ തീപിടുത്തമാണ് ഈ സംഭവത്തിന് കാരണമായതെന്ന് വാർത്ത കാണിക്കുന്നിടത്ത് ഈ സിനിമ അവസാനിക്കുകയാണ്.